ഭാരതം ന്യൂസിലാൻഡ് 5ാം 2020 മത്സരം ഇന്ന് കാര്യവട്ടത്ത്. രാത്രി 7 മണി മുതലാണ് പോരാട്ടം. മോശം ഫോമിലാണെങ്കിലും സഞ്ജു സാംസൺ ഹോം ഗ്രൗണ്ടിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. പരമ്പര നേരത്തെ സ്വന്തമാക്കിയെങ്കിലും ലോകകപ്പിന് മുൻപ് അവസാന മത്സരം ജയിച്ച് ആത്മവിശ്വാസം കൂട്ടാമെന്ന പ്രതീക്ഷയിലാണ് സൂര്യകുമാർ യാദവും സംഘവും. വിവരങ്ങളുമായി കൃഷ്ണരാജാണ് ചേരുന്നത്. കൃഷ്ണരാജ്, അങ്ങനെ കാര്യവട്ടം കാത്തിരിക്കുകയാണ്. ഇന്ത്യ ജയിച്ചു കയറണം. ഒപ്പം തന്നെ സഞ്ജുവിന്റെ പെർഫോമൻസിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് കാര്യവട്ടം. എന്താണ് കാര്യവട്ടത്തെ ആവേശം? നീലിമ, വളരെ ആവേശത്തിലാണ്, ആരവത്തിന് നടുവിലാണ് കാര്യവട്ടം. 5ാമത്തെ 2020 മത്സരമാണ്, അന്താരാഷ്ട്ര മത്സരമാണ് 2020 ആയി കാര്യവട്ടത്ത് നടക്കുന്നത്. അതിൽ 4 മത്സരങ്ങളിൽ 3ലും ജയിച്ചാണ് ഇന്ത്യ മുന്നേറുന്നത്. 5ാമത്തെ 2020 മത്സരമാണ്. 2017 നവംബർ 7-നായിരുന്നു ഇന്ത്യ കാര്യവട്ടത്ത് ആദ്യ 2020 മത്സരം കളിച്ചത്. അന്നും ഇന്ത്യയുടെ എതിരാളികൾ ന്യൂസിലാൻഡ് ആയിരുന്നു. അന്ന് രാവിലെ മുതൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്ത് മത്സരം പൂർണ്ണമായും തടസ്സപ്പെടും എന്ന് കരുതിയിരുന്നു. പക്ഷേ ഒടുവിൽ 8 ഓവർ മത്സരമാക്കി ചുരുക്കുകയായിരുന്നു 8 വർഷം മുൻപത്തെ ആദ്യ 2020 മത്സരം. അന്ന് ഇന്ത്യ 67 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിലെടുക്കുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കിവീസിന് ഭുവനേശ്വർ കുമാർ തുടക്കത്തിൽ തന്നെ പ്രഹരമേൽപ്പിക്കുന്നു. പിന്നീട് ബുംറയുടെ 2 വിക്കറ്റ് പ്രകടനമുണ്ടാകുന്നു. അങ്ങനെ 6 റൺസിന് അന്ന് ജയിച്ച് ഇന്ത്യ ആദ്യ മത്സരം സ്വന്തമാക്കിയിരുന്നു. പിന്നീട് 2019 രണ്ടാമത്തെ 2020 മത്സരം നടന്നത്. അന്നാകട്ടെ വെസ്റ്റ് ഇൻഡീസിനോട് ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് ദക്ഷിണാഫ്രിക്കയോട് 3ാമത്തെ മത്സരം കളിച്ചു. അതിനുശേഷം ആ മത്സരവും ജയിച്ച് 4ാമത്തെ മത്സരം ഓസ്ട്രേലിയക്കെതിരെ മികച്ച സ്കോർ പടുത്തുയർത്തി ഭാരതം വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ 4 2020 മത്സരങ്ങൾ ഇതുവരെ കാര്യവട്ടത്ത് നടന്നതിൽ 3ലും ജയിച്ചു ഭാരതം. മറ്റൊന്ന്, 2 ഏകദിന മത്സരങ്ങളും ഈ വേദിയിൽ നടന്നിട്ടുണ്ട്. ആ 2 മത്സരങ്ങളിലും ഇന്ത്യ വലിയ വിജയമാണ് നേടിയത്. 2ാമത്തെ 2020 മത്സരം നടക്കുമ്പോൾ ശ്രീലങ്കയ്ക്കെതിരെ കൂറ്റൻ സ്കോർ പടുത്തുയർത്തുന്നു. വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലും അന്ന് സെഞ്ചുറി നേടുന്നു. 2020 ഇന്ത്യയുടെ വ്യക്തമായ ആധിപത്യം, ഏകദിനത്തിൽ ഇന്ത്യയുടെ സമഗ്രാധിപത്യം, അതാണ് നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടത്. ഏതായാലും ഇന്നിപ്പോൾ മത്സരം എന്തുകൊണ്ട് സവിശേഷപ്പെട്ടതാകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം, കാരണം 4 മത്സരങ്ങൾ ഇതുവരെ പൂർത്തിയായതിൽ 3-1 ഭാരതം പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മത്സരഫലം ഇന്ത്യയുടെ പരമ്പര നേട്ടത്തെ ബാധിക്കില്ല. പക്ഷേ സഞ്ജുവിൻ്റെ നാട്ടിൽ ആദ്യ മത്സരത്തിന് സഞ്ജു ഇറങ്ങുന്നു എന്നത് തന്നെയാണ് ഒരുപക്ഷെ ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രത്യേകത. മോശം ഫോമിലാണ്. ആദ്യ മത്സരത്തിൽ 10 റൺസ്, 2ാമത്തെ മത്സരത്തിൽ 6 റൺസ്, 3ാമത്തെ മത്സരത്തിൽ 0-ന് പുറത്താകുന്നു. 4ാമത്തെ മത്സരത്തിൽ മികച്ച തുടക്കം ഉണ്ടാകുന്നുവെങ്കിൽ പോലും വളരെ മോശം പ്രതിരോധത്തിൽ ഒരു പന്തിൽ ക്ലീൻ ബൗൾഡായി പുറത്താകുന്നു. അങ്ങനെ സഞ്ജു ഒരു ചോദ്യമുനയുടെ നടുവിൽ നിൽക്കുകയാണ്. കാരണം 2020 ലോകകപ്പ് തൊട്ട് അടുത്ത് എത്തി നിൽക്കുകയാണ്. അപ്പോൾ സഞ്ജുവിൻ്റെ മികവ് കാണാൻ ആരാധകർ കാത്തിരിക്കുന്ന സമയമാണ്. പക്ഷേ ആദ്യ 4 2020 മത്സരങ്ങളിലും വ്യക്തമായ ഒരു ആധിപത്യം പുലർത്തുന്ന കളിക്കാരനായി സഞ്ജുവിനെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് വലിയ മികവ് സഞ്ജു കാട്ടും എന്ന പ്രതീക്ഷയിലാണ് മുഴുവൻ പേരും കാത്തിരിക്കുന്നത്. കാര്യം, ഹോം ഗ്രൗണ്ടിൽ ആദ്യ മത്സരമാണ്. കഴിഞ്ഞ 2020 മത്സരം നടക്കുമ്പോൾ സഞ്ജു ടീമിലുണ്ടായിരുന്നുവെങ്കിലും കളിക്കാൻ ഇറങ്ങിയില്ല. ഒരു ഓവർ ഫീൽഡ് ചെയ്യാൻ സഞ്ജു ഇറങ്ങിയിരുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ഫീൽഡറായി ഇറങ്ങിയിരുന്നു. അന്ന് അത്രമാത്രം ആവേശമാണ് കാര്യവട്ടത്തെ ഗാലറിയിൽ നമ്മൾ കണ്ടത്. ഇന്ന് മത്സരത്തിൽ ഫോം ഔട്ട് ആണെങ്കിൽ പോലും സഞ്ജു ഓപ്പണറായി കളിക്കാൻ ഇറങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സഞ്ജു കളിക്കാനുണ്ടാകും. പക്ഷേ സഞ്ജു ഇന്നുകൂടി മികവ് കാട്ടിയില്ലെങ്കിൽ 2020 ലോകകപ്പ് ടീമിൽ ആദ്യ 11-ൽ കളിക്കാൻ ഇറങ്ങുന്ന ടീമിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമാണ്. ഇന്ന് ചില മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കാരണം ബാറ്റിങ്ങിന് അനുകൂലമായ ട്രാക്കാണ് കാര്യവട്ടത്തേത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ശ്രേയസ് അയ്യർക്ക് അവസരം നൽകാനുള്ള സാധ്യതയുണ്ട്. ഇഷാൻ കിഷന് ഇന്നും കളിക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യ 2 മത്സരങ്ങളിൽ വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ച ഇഷാൻ കിഷൻ കഴിഞ്ഞ 4ാമത്തെ 2020 മത്സരത്തിൽ കളിച്ചിരുന്നില്ല. ഇഷാൻ കിഷൻ ലോകകപ്പിൽ ഒരുപക്ഷെ ആദ്യ 11-ൽ കളിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു താരമാണ്. ഇഷാൻ കിഷന് പകരം ഇഷാൻ കിഷൻ കളിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ശ്രേയസ് അയ്യർക്ക് ഇന്ന് 11-ൽ സ്ഥാനമുറപ്പിക്കാൻ കഴിഞ്ഞേക്കും എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊന്ന്, അക്സർ പട്ടേൽ, ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായി കരുതപ്പെടുന്ന അക്സർ പട്ടേൽ വിരലിന് പരിക്കേറ്റ് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ കളിക്കാൻ ഇറങ്ങിയിരുന്നില്ല. അക്സർ ഇന്ന് കളിക്കും എന്ന പ്രതീക്ഷയാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഹർഷിത് പട്ടേൽ പുറത്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, 2020 ഏറ്റവും മികച്ച ബൗളർമാരിൽ ഒരാളായ വരുൺ ചക്രവർത്തി കഴിഞ്ഞ മത്സരങ്ങളിൽ കളിച്ചിരുന്നില്ല. ഇന്ന് ഒരു പക്ഷേ കുൽദീപ് യാദവിന് പകരം കളിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രവി ബിഷ്ണോയും പുറത്തിരിക്കാനാണ് സാധ്യത. ഏതായാലും ഒരു മികച്ച പ്രകടനം ഇന്ത്യൻ താരങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. 8 വർഷങ്ങൾക്ക് മുൻപ് 8 ഓവർ മത്സരത്തിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയ ഭാരതത്തിന് ആ മത്സരശേഷം വിരാട് കോഹ്ലി പ്രതികരിച്ചത്
ഇന്നും ഓർമ്മയിലുണ്ട്. വെരി സ്റ്റാൻഡേർഡ് ഗാലറി എന്നായിരുന്നു അന്ന് വിരാട് കോഹ്ലിയുടെ പ്രതികരണം. ഒരുപക്ഷെ ഇന്നും അത് തന്നെ നമ്മൾ കാത്തിരിക്കുന്നു. 55,000 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ഇടത്തേക്ക് ഇങ്ങനെ ആരാധകർ പ്രവഹിക്കുകയാണ്. ഒരുപക്ഷെ ധോണിയുടെ പേര് പതിച്ച കുപ്പായം ഇപ്പോഴുമുണ്ട്, വിരാട് കോഹ്ലിയുടെ പേര് പതിച്ച കുപ്പായമുണ്ട്, സൂര്യകുമാർ യാദവിന്റെ പേര് പതിച്ച കുപ്പായമുണ്ട്, ഹർദിക് പാണ്ഡ്യയുടേതുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം 10 പേർ കടന്നു പോകുമ്പോൾ 6 പേരുടെ മുതുകത്തും തെളിഞ്ഞു കാണുന്ന പേര് സഞ്ജു സാംസന്റേതാണ്. അക്കാര്യത്തിൽ സംശയമില്ല. ഏതായാലും സഞ്ജുവിന്റെ മികവ് ഏവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ മികവ് ഇന്ന് കാര്യവട്ടത്തെ വേദിയിൽ കണ്ടാൽ അത് സഞ്ജുവിന് പല തരത്തിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ ഏതാണ്ട് സഞ്ജു 2020 ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ പോലും ഓപ്പണറുടെ വേഷത്തിൽ ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയർന്നു നിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ഒറ്റ മത്സരം സഞ്ജുവിന്റെ ഭാവി ഇനിയും മാറ്റിമറിച്ചേക്കാം. അങ്ങനെ ഒരു സാധ്യത സഞ്ജുവിന് മുന്നിൽ ഇപ്പോഴുമുണ്ട്. നീലിമ. ഓക്കെ കൃഷ്ണരാജ്.